ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഞാൻ ഫിറോസ് മുഹമ്മദ്. ഇന്ന് ഞാൻ എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കല്യാണ ബെഡ്റൂമിന്റെ വിശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ബെഡ്റൂമിന്റെ ബെഡും അതുപോലെ തന്നെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ആ ഒരു സെഷനിലാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ദയവായി കമന്റിൽ അറിയിക്കാം. 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ഈ ചാനൽ വഴി അടിക്കടി ഇടുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അമർത്തി നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാം. പിന്നെ ചാനല് അതുപോലെ തന്നെ ഈ വീഡിയോസ് ഒന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ഇന്നത്തെ രസകരമായിട്ടുള്ള ആ വീഡിയോയിലേക്ക് പോവാം. ഹെഡ് റെസ്റ്റോട് കൂടിയിട്ടാണ് ലോ ഫ്ലോർ ബെഡ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ടുള്ള 6x5 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡിന് തൊട്ടടുത്തായിട്ട് നമ്മൾ ബെഡ് സോഫയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോറേജ് സ്പേസിൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. ബെഡ് കോട്ടും സൈഡും കാര്യങ്ങളൊക്കെ കുഷനൈസ്ഡ് ഡിസൈൻ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ സെയിം പാറ്റേൺ ഡിസൈൻ തന്നെയാണ് എല്ലാത്തിലും നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകതയാണ് സൈഡ് ബോക്സ് ഇൻബിൽഡായിട്ട് സ്വിച്ചുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് ബോക്സ് ഫോൾട്ടിംഗ് ഡിസൈനായിട്ട് ഡിസൈൻ ചെയ്തതാണ്. മെറൈൻ പ്ലൈവുഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് PVC ലാമിനേഷൻ കൊണ്ടാണ് നമ്മളത് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന ബേഡി ബെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. US പോളോടെ ഹെയർ പില്ലോസും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകതരം 3 തട്ടുകളായിട്ട് വാള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രൂയിങ് എന്ന് പറയുന്നത് 1 mm തിക്നെസ് ഉള്ള അക്രിലിക് ഗോൾഡ് ഫിനിഷിൽ വരുന്ന മിറർ ഫിനിഷാണ് നമ്മളതിൻ്റെ ഗ്രൂസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാളിൽ കൊടുത്തിരിക്കുന്നത് PVC പോളി മാർബിൾ ഷീറ്റാണ്. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ സെയിം പ്രത്യേകത തന്നെയാണ് ഇവിടെ ഉള്ളത്. 3 തട്ടുകളായിട്ട് ബൾക്കറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം സെൻറ്റർ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പോളി മാർബിൾ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതും പ്രത്യേകം എലഗൻറ്റ് ലുക്ക് നമുക്ക് ഫീൽ നൽകുന്നുണ്ട്. ഈ ബൾക്കറ്റിൻ്റെ ഏരിയകളിലൊക്കെ നമുക്ക് സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സീലിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് 1 mm അക്രിലിക് ഗ്ലാസ് ഫിനിഷാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു ഗോൾഡൻ മിറർ ഫിനിഷിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ വാം ലൈറ്റ് ഇടുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഫീലിങ്സ് നൽകുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റ്. 3-in-1 കാൻഡിലിയർ ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത ഇവിടെ ചെയ്തിരിക്കുന്ന കേർട്ടൻസ് ആണ്. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്ലീറ്റഡ് സൈലന്റ് ട്രാക്കിൽ നിർമ്മിച്ച ഒരു കേർട്ടനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2 ലെയറായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സൈലന്റ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്കിത് മൂവ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നെറ്റ് വിത്ത് കർട്ടൻ എന്ന ഡിസൈനിലാണ് ഈ പ്ലീറ്റ് കർട്ടൻ നിർമ്മിച്ചിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിലാണ് വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ നിന്നും തറയിലേക്ക് വരുന്ന രീതിയിലാണ് വാൾഡ്രോബിൻ്റെ ഡിസൈൻ.
ഹെഡ് റെസ്റ്റും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഫുള്ളി കസ്റ്റമൈസ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഒരു ഗോൾഡ് ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നർ മൈക്ക ലാമിനേഷൻ കൊണ്ട് നമ്മുടെ വാർഡ്രോബറിൻ്റെ ഇൻസൈഡ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റോറേജ് സ്പേസിന് ആക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡ്രോയർ സെറ്റാക്കിയിട്ടുള്ളത്. 3 ഡ്രോയേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു ഡ്രോയറിന് മാത്രം ലോക്കും മറ്റതൊക്കെ ഓപ്പൺ ആൻഡ് ക്ലോസ് മെത്തേഡിലാണ് കൊടുത്തിട്ടുള്ളത്. എലഗൻ്റ് ആയിട്ടുള്ള സ്പേഷ്യസ് ഡിസൈൻ അനുയോജ്യമായ രീതിയിൽ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് വിത്ത് PVC ലാമിനേഷനോടാണ്. 1 പോയിന്റിൻ്റെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ള ഫ്ലോട്ടിംഗ് മിറർ സെറ്റപ്പ്. അത്യാവശ്യം നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. സ്റ്റോറേജ് സ്പേസിന് ആക്കം കൊടുത്ത് തന്നെയാണ് ഈ ഒരു യൂണിറ്റും നിർമ്മിച്ചിട്ടുള്ളത്. ഈ നിർമ്മാണം വന്ന മറൈൻ പ്ലൈവുഡ് വിത്ത് പോളി മാർബിൾ ഷീറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. തൊട്ടടുത്തായിട്ടായിരുന്നു നമുക്ക് AC വിത്ത് ഫാനും കാണാം. ബെഡ് സ്പേസിലേക്ക് ACയുടെ കൂളിംഗ് ഡയറക്റ്റ് അടിക്കുന്ന രീതിക്കാണ് നമ്മൾ AC ക്രിയേറ്റ് ചെയ്തത്. മറ്റൊരു പ്രത്യേകതയാണ് സ്ലൈഡിംഗ് ഡോറ്. 10 mm ഗ്ലാസ് കൊണ്ടാണ് നമ്മൾ ഈ സ്ലൈഡിംഗ് ഡോറ് നിർമ്മിച്ചിട്ടുള്ളത്. എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത്. വളരെ മനോഹരമായിട്ട് നിർമ്മിക്കാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്ലാസ് ഫുള്ളായിട്ടും ഇൻസൈഡിലേക്ക് പോകുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പുറമേൽ അതിൻ്റെ ഫിറ്റിങ്സ് കാണാത്ത രീതിയിൽ നിർമ്മിതി വന്നതുകൊണ്ട് കുറച്ചും കൂടി ലുക്ക് ഇതിന് നൽകുന്നു. നമ്മൾ ബെഡ് സ്പേസിൽ നിന്നും നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. കസ്റ്റമൈസ്ഡ് ആയി നിർമ്മിച്ചിരിക്കുന്ന ലിവിങ് സോഫയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹൈ ക്വാളിറ്റി മെഷസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പീച്ച് കളർ ലുക്കിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു. തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം ഫ്ലോട്ടിംഗ് ഡിസൈൻ TV യൂണിറ്റാണ്. കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ LED സ്ട്രിപ്പുകൾ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളും ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇലക്ട്രിക്കൽ സ്വിച്ചുകളും ഇവിടെ കാണാം. മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന കേർട്ടൻസ്. റോമൻ ബ്ലൈൻഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലോത്തിലല്ല ഫാബ്രിക്കിൽ ചെയ്തതുകൊണ്ട് തന്നെ എലഗൻ്റ് ലുക്ക് നമുക്ക് തരുന്നു. പാർട്ടീഷൻ വോളായിട്ടുള്ള ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് WPCയുടെ ലൂവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അതും ഈ ഒരു റൂമിൻ്റെ ഡിസൈൻ അനുസരിച്ച് കൊണ്ടുള്ള കളർ പാറ്റേണിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നൊരു ഹൈലൈറ്റ് ആണ് ഇതിനടുത്ത് കൊടുത്തിരിക്കുന്ന LED ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാം പ്രൊഫൈൽ ലൈറ്റ്. വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ച ഒരു സീലിംഗ് ഡിസൈനിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഡ്രസ്സിങ് യൂണിറ്റാണ്. കസ്റ്റമൈസറായിട്ട് നിർമ്മിച്ച ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. തൊട്ടടുത്തായിട്ട് ഫുൾ ലെങ്ത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ മേക്കപ്പ് ബോക്സ് സെറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. മേക്കപ്പിൻ്റെ എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബോക്സ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു കബോർഡിൽ ചെറിയൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സാധനങ്ങളിവിടെ വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. സെയിം ലൂവർ WPC ലൂവർ ബോളിൽ 2 സൈഡ് ബോളിൽ നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി എലഗൻ്റ് ഫീല് നൽകുന്നുണ്ട്.
മിററാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന സ്വിച്ചുകളാണ് എല്ലാം ഗോൾഡ് മെഡലിൻ്റെ ഗ്ലാസ് ഫിനിഷ് വരുന്ന സ്വിച്ചുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാത്റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് വൈറ്റ് ഡോറ് PVC ബാത്റൂം ഡോറാണ് കൊടുത്തിട്ടുള്ളത്. എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഫ്ലോറിൽ 2x4 ഡിജിറ്റൽ ടൈലുകളാണ്. വാൾ ടൈലും ക്ലാഡിംഗ് ടൈലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻബിൽഡായിട്ട് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബാത്റൂം ഗ്ലാസ് എൻക്ലോസറും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ മികച്ച രീതിയിൽ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫുൾ ലെങ്ത് മിറർ ഗ്ലാസോട് കൂടിയിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ ക്യാബിൻ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. വൈറ്റ് കളർ വരുന്നത് കൊണ്ട് തന്നെ ആ കോഡിന് നമ്മൾ മൾട്ടിവുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വ്യത്യസ്തമായ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.